അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഖീലതി അദ്രിക്കിനി യാ റസൂലല്ലാ യാ ഹബീബല്ലാ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും നന്മകളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി നല്ല മരണം കൈവരിച്ച് സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ ഒരുമിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സ്വർഗപ്രവേശനം എന്നുള്ളത്. സ്വർഗപ്രവേശനത്തെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. അതൊരു പരമാർത്ഥമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗം നേടണം, സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു തആല പ്രത്യേകം ചില അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ദുന്യാവിൽ ചിലപ്പോൾ അവർ വലിയ പ്രയാസങ്ങൾ നേരിട്ടിരിക്കും, വലിയ പരീക്ഷണങ്ങളെ അതിജയിച്ചവരായിരിക്കും. പരീക്ഷണങ്ങൾ വന്നിട്ട് ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൽ പ്രതിഫലം ആഗ്രഹിച്ച് കഴിഞ്ഞുകൂടിയവരായിരിക്കും. അങ്ങനത്തെ ആളുകൾ നമ്മൾ ആലോചിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു അവരൊന്നും നിരാശരാക്കൂല. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ കുറേ ആളുകൾ സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ വലിയ സുഖത്തിലും സൗഖ്യത്തിലും ജീവിക്കുന്നവരും ഉണ്ട്. ഒരു ഇടത്തരക്കാരായി ജീവിക്കുന്നവരുണ്ട്. പല ജാതി, പല രൂപത്തിൽ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നേ അല്ലാഹു തആല ഈ സമ്പത്തില്ലാത്ത ആളുകൾക്ക് എന്തുകൊണ്ട് അല്ലാഹു തആല അവരെ അങ്ങനെ ആക്കി? അവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. അല്ലാഹു തആല അവർക്ക് സമ്പത്ത് കൊടുക്കാത്തത് അല്ലാഹു തആല നിന്യന്മാരായി കണ്ടതുകൊണ്ടല്ല. അള്ളാഹു ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഔദാര്യം കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ഒരാൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, അവനെ ധനികനാക്കി എന്നുള്ളത് കൊണ്ട് അല്ലാഹു തആല അവനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നില്ല. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ഒരാളെ അല്ലാഹു തആല ദരിദ്രനാക്കി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് നിരാശപ്പെടേണ്ടതുമില്ല, നിരാശപ്പെടാനും പാടില്ല. അയാളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് തൊബ്രാനി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തിയൽ ജന്നത ഖബല അഗ്നിയാഇഹിം ബി 40 ഖരീഫ. എൻ്റെ സമുദായത്തിലെ ദരിദ്രന്മാരായ ആളുകൾ
മുതലാളിമാരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെയും 40 കൊല്ലം മുമ്പ് എൻ്റെ സമുദായത്തിലെ ദരിദ്രന്മാരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, സിഫ്ഹും ലന, അള്ളാഹുവിൻ്റെ റസൂലെ, ആ ദരിദ്രന്മാരായ ആളുകൾക്കുള്ള ഒരു വിശേഷണം ഒന്ന് പറഞ്ഞു തന്നാൽ അത് നന്നായിരുന്നു, ഒന്ന് കേൾക്കാമായിരുന്നല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൽ ആ അടയാളങ്ങൾ എന്തൊക്കെയാണ്? കാരണം 40 കൊല്ലം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മളെ നാട്ടിൽ, നമ്മളെ ഈ ദുന്യാവിൽ 40 കൊല്ലം എന്ന് പറയുന്നതിന് വലിയ ദൈർഘ്യമാണ്. പരലോകത്താകുമ്പോൾ 40 കൊല്ലം എന്ന് പറയുന്നത് വലിയ ഒരു കാലമാണ്. ആ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുതലാളിമാർ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 40 കൊല്ലം മുമ്പ് സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കാൻ അവർക്ക് ഉള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു വിശേഷണം അവർ ദരിദ്രന്മാരായി എന്നുള്ളതാണ്. എന്താണ് ഈ ദരിദ്രന്മാരുടെ ഒരു അടയാളങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവരെ വസ്ത്രങ്ങളൊക്കെ വലിയ ദ്രവിച്ച വസ്ത്രങ്ങളായിരിക്കും. ദ്രവിച്ച വസ്ത്രം ധരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കണത് ദീനിൽ കൽപ്പനയല്ല. പക്ഷേ അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവർക്ക് ആ ദ്രവിച്ച വസ്ത്രം ധരിക്കാനുള്ള സാമ്പത്തികമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ആഗ്രഹിക്കുന്നുമില്ല. ഹറാമായ രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് വലിയ സമ്പത്ത് സൗകര്യങ്ങൾ നേടിയെടുക്കാനുള്ള താല്പര്യം അവർ കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അത്യാഗ്രഹം അവർക്കില്ല. മറ്റൊരു കാര്യം, അവരുടെ തലമുടികളൊക്കെ ഇങ്ങനെ ശരിക്ക് ചീകി വെക്കാൻ അവർക്ക് സമയം കിട്ടൂല. പല കാരണങ്ങളാൽ അവർക്ക് ഇബാദത്തുകളിൽ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അവർക്കതിനുള്ള അവസരം അതിനുള്ള സമയം അവർക്കില്ല. മുടി ചീകാൻ പോലും സമയമില്ല എന്നർത്ഥം. അപ്പം മുടികളൊക്കെ ഇങ്ങനെ അത് ചീകാതെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരുടെ. മാത്രമല്ല, അവരെ ഒരു വീട്ടുകാരും ക്ഷണിക്കുകയോ സൽക്കരിക്കുകയോ ചെയ്യൂല. കാരണം ഇങ്ങനത്തെ സ്വഭാവക്കാരായ ആളുകൾ ആരും ക്ഷണിക്കുകയില്ലല്ലോ. അവരെ സമൂഹം മാറ്റി നിർത്തുകയാണ് പലപ്പോഴും ചെയ്യുക. നാലാമത്തെ ഒരു അടയാളം പറയുന്നത്, അവർക്ക് സുന്ദരികളായ നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. ഈ സ്വഭാവങ്ങൾ കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ സമ്പത്തില്ല, എന്നാൽ സമ്പത്തുള്ളവനെപ്പോലെ ചമഞ്ഞൊരുങ്ങി നടക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സമ്പത്തുള്ള സൗകര്യങ്ങളുള്ള കുടുംബത്തിലെ പെൺകുട്ടികളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയുമില്ല. അത് നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തവക്കുലർപ്പിക്കുന്നവരാണ്, തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നല്ലവണ്ണം കൊടുക്കുന്നവരാണ്. ഉള്ളതനുസരിച്ച്, ദരിദ്രന്മാരാണെങ്കിലും ഉള്ളതനുസരിച്ച് അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവർക്ക് സന്നദ്ധത ഉണ്ട്. എന്നാൽ ഇങ്ങോട്ട് അവർക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ചില അടയാളങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനത്തെ കുറേ ആളുകൾ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം സമ്പത്തും സൗകര്യങ്ങളും അഹങ്കരിക്കുന്ന അവസ്ഥയിലേക്കാകരുത്. സമ്പത്തും സൗകര്യവും അള്ളാഹു തന്നതാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അത് എപ്പോഴും അള്ളാഹു എടുത്തു കളയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആവണം. അല്ലാതെ അഹങ്കരിക്കാൻ ഇത് കാരണമാകരുത്. അഹങ്കരിക്കുകയാണെങ്കിൽ
അവർക്ക് വലിയ ശിക്ഷ കിട്ടും. ചില മഹാന്മാരൊക്കെ സമ്പത്ത് സൗകര്യങ്ങൾ കൊണ്ട് അഹങ്കാരം എന്ന് വരുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പഴകിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ടാവാം, അഹങ്കാരം വരരുത് എന്ന് വിചാരിച്ചിട്ട്. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്. അവർ കഴിഞ്ഞു പോയ മഹാപണ്ഡിതന്മാർ, അവർ വലിയ അഹങ്കാരം കാണിച്ചില്ല വസ്ത്രത്തിലൊന്നും. വസ്ത്രം ധരിച്ച് അഹങ്കരിക്കുന്നു, മറ്റുള്ളവരെ ചെറുതായി കാണുന്നു, അങ്ങനത്തെയുള്ള ചിന്തകളൊന്നും അവർക്കില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണണം. 40 കൊല്ലം മുമ്പാണ് ഇങ്ങനത്തെ വിശേഷണങ്ങളുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുപാട് വിശദീകരണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ്. ഞാൻ വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ നേരത്തെ പോകാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ഇങ്ങനെയുള്ള ഹദീസുകൾ, നല്ല അറിവുകൾ നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കണം. ആരെങ്കിലും ഒരാൾ ഈ ഒരു നന്മ കേട്ടിട്ട് അവർ നല്ല ഒരു ജീവിതം നയിക്കാൻ സന്നദ്ധനായാൽ, താല്പര്യം പ്രകടിപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വലിയ വിജയത്തിലാണ്. നമുക്കൊക്കെ രക്ഷപ്പെടാൻ അതുകൊണ്ട് തന്നെ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറയുന്നതും ചെയ്യുന്നതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.